ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മരങ്ങൾക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മരങ്ങൾക്കായി തൊഴുതു നടുന്നു. അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചു നിനക്ക് ഇത്തിരി വാല് മാത്രമേ കൂടുതൽ കവിതയൊക്കെ ഇവിടെ നിന്നൊക്കെ പഠിച്ചു വെച്ചത്. ഇത് ആരെഴുതിയ കവിത സുഗതകുമാരി. വെരി ഗുഡ്. ഇനി ചേട്ടൻ ഒരെണ്ണം പാടാം. 12 മക്കളെ പെറ്റരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. എല്ലാവരും കവിതയാണ്. സോറി. പിന്നെ സാറേ പണ്ട് ഈ കവിതകള് പിള്ളേർക്ക് ഹരമായിരുന്നു. കുട്ടിയൊക്കെ എല്ലാം ഭയങ്കര ഹരമായിരുന്നു കവിത. മധുസൂദൻ സാറ് കടമനിട്ട അങ്ങനെ തുടങ്ങി ചെറുശ്ശേരി മുതൽ അല്ലേ ഈ ആധുനിക മലയാള സാഹിത്യത്തിന്റെ, അതായത് ആധുനിക കവികളും പുരാതന കവികളും, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാ കാലത്തും കവിത ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. അത് കുട്ടികൾ മാത്രമല്ല, പ്രായമുള്ളവർ പോലും ഉണ്ട്. പണ്ട് അമ്പലപ്പറമ്പില് ആൽത്തറവയിലും ഒക്കെ ഇരുന്നിട്ട് കവിതാ മത്സരം പാടുന്ന എത്രയോ സദസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കവിത ഒരിക്കലും കവിതയ്ക്ക് മരണമില്ല. അല്ല, ഇനി ഒരു കാര്യമുണ്ട് മോനെ, ഈ കവിതയുടെ ഫുൾ ഫോം അറിയാമോ? കവിത എന്ന് പറഞ്ഞ എത്ര അക്ഷരമുണ്ട്? കവിത 3 അക്ഷരം. വെരി ഗുഡ്. കാവ്യാത്മകമായിരിക്കണം. ബി വികാര വിചാര വിക്ഷോഭങ്ങൾ ഉണ്ടായിരിക്കണം. താളാത്മകമായിരിക്കണം. അങ്ങനെ കാവ്യാത്മകവും വികാര വിചാര വിക്ഷോഭങ്ങളും താളാത്മകവുമായ ഒന്നിനെയാണ് എന്തെന്ന് പറയുന്നത്? കവിത. വെരി ഗുഡ്. ഞാനും ചൊല്ലുള്ളൂ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കവിത ഞാൻ പാടാം. കേട്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുഞ്ഞുനാൾ സ്കൂളിൽ പഠിച്ചാണ്. പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ടാവുന്ന ചൊല്ലി പഠിച്ചത്. പാടട്ടല്ലോ. ആഘോഷമൊന്നും ചിലപ്പോൾ ശരിയായില്ലെന്ന് വരിക. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതോട്ടും പാർവണ ശശിബിംബം, ഭക്തനുരാഗതയാതി വപുസ പരാത്മ ചൈതന്യം, പലമട്ടേന്തി പാരിതിലെങ്ങും പ്രകാശമരുളുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടാ, ഈ കാലഘട്ടത്തിലെ ബദരി ഇത് പാടി ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. എന്നാൽ കവിത ഇഷ്ടപ്പെടുന്ന പിള്ളേരൊക്കെ ഉണ്ട്. എവിടെ പോയിട്ട് വരുന്നത്? കടയിൽ പോയിട്ട്. ശരി. ഞങ്ങളെ ഈ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എടേ, നിന്റെ നാട്ടിലൊക്കെ കവിത ഉണ്ടാടാ? കവിത കൊണ്ട് എനിക്ക് അറിയാം. രണ്ടുപേരും ചെല്ലിപ്പോ നമ്മളെ കടയുടെ പുറകിലുള്ള 3ാമത്തെ വീട്ടിലെ കവിത. കേരളത്തിൽ വന്നപ്പോ കുറച്ച് വിവരം ഉണ്ടാവും വിചാരിച്ചു. മക്കളെ, പണ്ടേ സാറിന്റെ ഈ അങ്കിളിന്റെ ആ അങ്കിളിന്റെ ഒക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് ഒരുപാട് കവിത ഇഷ്ടപ്പെടുകയും കവിതയെ ആരാധിക്കുകയും കവികളെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറിപ്പോയി, ഇല്ലേ സാറേ? ഒരുപാട് മാറ്റം. പക്ഷെ ഇപ്പോഴും എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പനച്ചൂരാൻ കടമനിട്ട പോയി നല്ല എത്ര കവികൾ അകാല മരണം സംഭവിച്ചു. അതിലൊക്കെ വളരെയധികം വേദനയുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വേദനയുണ്ട്. ഇനിയെങ്കിലും നല്ല കവിതകളെ ഇഷ്ടപ്പെടുന്ന കവികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കവികൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലചായ്ക്കാൻ ഒരിടം പോലും കിട്ടാനില്ലാത്ത കാലത്തും സ്വന്തം പുരയിടത്തിലായാൽ പോലും നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അയൽക്കാരെ കൂടി പരിഗണിക്കണം.